നോവുന്ന കരയുന്ന ഒരാളെ ഹൃദയം കൊണ്ട് നോക്കിക്കണ്ടുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ നോവുന്നതും കരയുന്നതും എന്ന് അനുഭവിച്ചറിയുന്നവരെയാണ് നമ്മൾ കരുണയുള്ളവർ എന്ന് പറയുക. അതിനെയാണ് നമ്മൾ അലിവ്, കരുണ എന്നൊക്കെ വിളിക്കുക. ഫ്രാൻസിസ് പാപ്പ ഔസേപ്പിന് കൽപ്പിച്ചു നൽകുന്ന രണ്ടാമത്തെ ഗുണവിശേഷണം ഔസേപ്പ് അലിവുള്ള, കനിവുള്ള ഒരു പിതാവാണ് എന്നുള്ളതാണ്. എ ടെൻഡർ ലവിങ് ഫാദർ. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഭൂമിക്ക് ലഭിച്ച ദൈവപുത്രൻ. ദൈവപിതാവിൻ്റെ കാരുണ്യം അനുഭവിച്ച ഒരപ്പനാണ് ഔസേപ്പ് പിതാവ്. ആ കാരുണ്യം തൻ്റെ മകന് പകർന്നു നൽകി ഔസേപ്പ് കാരുണ്യത്തിൻ്റെ പാഠപുസ്തകമായിട്ട് മാറുന്നുണ്ട്. ഹെസദ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. ഹെസദ് എന്ന വാക്കിനർത്ഥം സ്നേഹമുൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അലിവോടെ ഇടപെടുന്നവൻ എന്നാണ്. കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദയയോടെ ഇടപെടാൻ കഴിവുള്ള വ്യക്തിത്വത്തെയാണ് നമ്മൾ ഹെസദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഔസേപ്പ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുകമ്പയോടെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞാൻ കാരണം ഒരാളും കരയരുത് എന്ന് ശാഠ്യമുള്ളവൻ. എൻ്റെ ഇടപെടലുകൾ ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉദാഹരണമായി മാറണമെന്ന് ജീവിതത്തിൽ വ്യക്തമായ ബോധ്യമുള്ളവനായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. താൻ മൂലം മറിയത്തെ കളങ്കമേൽപ്പിക്കുവാൻ ഔസേപ്പ് ഒരിക്കലും തീരുമാനമെടുക്കുന്നില്ല. ഞാൻ മൂലം എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും പുഞ്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വയം അലിവിൻ്റെ പ്രതീകമായിട്ട് മാറിയവനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പാപ്പ ഔസേപ്പ് പിതാവിനെ കരുണയുള്ള പിതാവ് എന്ന് വിശേഷിപ്പിക്കുക. എത്രയൊക്കെ ഇടറിയാലും എത്രയൊക്കെ അകന്നു പോയാലും സ്നേഹത്തിൻ്റെ ആർദ്രതയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വം. പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് കാരുണ്യം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇതാണ്. നിങ്ങളൊരു പക്ഷേ ഭിക്ഷ കൊടുക്കുന്നുണ്ടാവാം, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ പോക്കറ്റിൻ്റെ ധാരാളിത്തത്തിന് നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടാവാം. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ആ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകളിൽ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഇതാണ് കാരുണ്യം എന്നതുകൊണ്ട് പാപ്പ ഉദ്ദേശിക്കുക. ഇത്തരമുള്ളൊരു അനുകമ്പയും അലിവുമാണ് ഔസേപ്പിൻ്റെ പറഞ്ഞു തരിക. ചുറ്റുമുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കുവാനായിട്ട് സ്വയം ബലിയായി മാറിയ ഒരു പിതാവ്. മറിയത്തെയും ഈശോയെയും തിരുക്കുടുംബത്തെയും സംരക്ഷിക്കുവാനായിട്ട് മറ്റെല്ലാം വെടിഞ്ഞുകൊണ്ട് സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി സദാ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി. ഇത്തരമൊരു അലിവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കാലത്ത് സ്നേഹവും കാരുണ്യവും സഹതാപവുമൊക്കെ തത്സമയ വികാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഔസേപ്പ് പിതാവിനെ കണ്ടുപഠിക്കുവാനാണ് ഈ ലേഖനം അല്ലെങ്കിൽ ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുക. ചുറ്റുമുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഞാൻ ഉപയോഗിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് അവൻ്റെ പുഞ്ചിരി കാണുവാനായിട്ടും അവൻ്റെ ജീവിതത്തിൽ ആനന്ദം കാണുവാനും ആയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? യേശു തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണിക്കുന്ന ഒരു കരുണയുണ്ട്. ഈ കരുണ സ്വന്തം പിതാവിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. കരുണയെ വികാരമാക്കാതെ കരുണയുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ചുറ്റുമുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. അലിവുള്ള, കനിവുള്ള ഒരു മനുഷ്യനാണെന്ന് നാം പറയുമ്പോഴും എൻ്റെ സാമീപ്യം, എൻ്റെ ഇടപെടൽ എത്ര പേർക്ക് ആശ്വാസമാകുന്നുണ്ട്?
എത്ര പേരുടെ ജീവിതത്തിലെ കണ്ണീര് തുടച്ചു നീക്കുവാൻ എൻ്റെ സാന്നിധ്യം കൊണ്ടോ എൻ്റെ ഒരു വാക്കുകൊണ്ടോ സാധിക്കുന്നുണ്ട്. അങ്ങനെ കാരുണ്യത്തിൻ്റെ നല്ല വ്യക്തിത്വങ്ങളാവാൻ നമുക്ക് ശ്രമിക്കാം. ഔസേപ്പിതാവ് പഠിപ്പിച്ചു തരുന്ന പോലെ കാരുണ്യത്തിൻ്റെ അസ്തമിക്കാത്ത മനുഷ്യരായിട്ട് നമുക്ക് മാറാം.